ആഗമനകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്നും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരപ്പച്ചൻ. അപ്പച്ചനോട് ഞാൻ ചോദിച്ചു, വാട്ട്സ് മേക്സ് യു ഹാപ്പി എവറി ഡേ? എന്താണ് അപ്പച്ചനെ എന്നും സന്തോഷത്തോടെ ഇരുത്തുന്നതിന് കാരണം? അപ്പച്ചൻ പറഞ്ഞു, അച്ഛൻ ചോദിച്ച ആ ചോദ്യം തന്നെയാണ് എന്നെ എന്നും സന്തോഷഭരിതനായിരിക്കുന്നത്. ഞാൻ ഉണരുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട്സ് മേക്സ് മീ ഹാപ്പി ടുഡേ? എന്താണ് എന്നെ ഇന്ന് സന്തോഷഭരിതനാക്കുന്നത്? ഇന്ന് പ്രതിവചന സങ്കീർത്തനത്തില് സങ്കീർത്തകൻ പറയുന്നു, കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അതെ, സങ്കീർത്തകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ആലയത്തിൽ പോവുക എന്നതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. ചോദ്യം, എന്താണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് നിന്നെ സന്തോഷഭരിതനാക്കുന്നത്? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകുന്നതും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുമൊക്കെ നിന്നെയും എന്നെയും സന്തോഷഭരിതരാക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ മഞ്ഞുമ്മൽ അമലോത്ഭവ ദേവാലയത്തിൽ കാറ്റക്കിസം സ്റ്റുഡൻസിൻ്റെ കുർബാന ചൊല്ലിയപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ച ചോദ്യം ഇത് തന്നെയായിരുന്നു, വാട്ട്സ് മേക്സ് യു ഹാപ്പി ടുഡേ? ആ ചോദ്യത്തിന് വളരെ മിടുക്കനായ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് എന്നോട് പറഞ്ഞ ഉത്തരം, അച്ഛാ, ദേവാലയത്തിൽ വരിക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന്. നമുക്ക് അഭിമാനിക്കാം, ഇപ്രകാരമുള്ള നല്ല മക്കള് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഉണ്ട് എന്നതില്ല. അതിനുവേണ്ടി നമ്മുടെ മാതാപിതാക്കന്മാരും കാറ്റക്കിസം ടീച്ചേഴ്സുമൊക്കെ എടുക്കുന്ന ത്യാഗം വലുതാണ്. ഇന്ന് വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിൽ ഇതാ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക എന്നതാണ് എൻ്റെ സന്തോഷമെന്ന് പറയുന്ന നല്ല മക്കളെ നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിന് തീർച്ചയായിട്ടും നീയും ഞാനുമൊക്കെ നന്ദി പറയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യം, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എന്നാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുവിൻ എന്നാണ്. ആഗമന കാലഘട്ടത്തിൽ നമ്മൾ 4 തിരികൾ കത്തിച്ചു വയ്ക്കാറുണ്ട്. 1 പ്രതീക്ഷയുടെ പ്രതീകം, 2 സമാധാനത്തിന്റെ പ്രതീകം, 3 സന്തോഷത്തിന്റെ പ്രതീകം, 4 സ്നേഹത്തിന്റെ പ്രതീകം. ഈ 4 തിരികൾ നമ്മെ സന്തോഷഭരിതരാക്കി തീർക്കണം. ജാഗരൂകതയോടെ ദൈവത്തെ പ്രതീക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറെ സന്തോഷത്തോടെ ഈശോയുടെ വരവിനായി നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ നമുക്ക് ഒരുക്കാം. ഓർക്കാം നമുക്ക് അപ്പച്ചൻ്റെ ചോദ്യം, വാട്ട്സ് മേക്സ് യു ഹാപ്പി എവറി ഡേ? ദൈവത്തിനെ കുറിച്ചുള്ള ചിന്തകള്, ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്തകള്, ദൈവവചനത്തെക്കുറിച്ചുള്ള ചിന്തകള് നിന്റെയും എൻ്റെയും ഹൃദയത്തിൽ സന്തോഷങ്ങൾ ഉളവാക്കട്ടെ. അപ്രകാരം വരുവാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ഏറെ സ്നേഹത്തോടെ, ഏറെ സന്തോഷത്തോടെ, ഏറെ നന്മയോടെ, അനുഗ്രഹത്തോടെ ആഘോഷിക്കുവാൻ നിനക്കും എനിക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും സാധിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ഈ ഞായറാഴ്ച പ്രത്യേകം യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനജായ 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 വചനജായ